എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഫ്യൂഷൻ അവനാണെങ്കില് സാസുകയായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അവനാണെങ്കില് വലിയ വിൻസ്റ്റൈലൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ സാസുകയെ ദൂരേക്ക് തെറിപ്പിക്കും. പക്ഷെ സാസുക അവനും വിട്ടുകൊടുക്കില്ല. അവന്റെ ശരീരം കണ്ണുപയോഗിച്ച് അവനെ വീണ്ടും വീണ്ടും തകർക്കാനായി ശ്രമിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ സാസുക അവൻ ഓരോ തവണ ശരീരം കണ്ണ് ഉപയോഗിക്കുമ്പോഴും അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഓരോ ഭാഗങ്ങളിലേക്ക് തെന്നി മാറിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് വീണ്ടും പവർഫുൾ ആയ വലിയൊരു വിൻസ്റ്റൈല് അങ്ങനെ ക്രിയേറ്റ് ചെയ്യും. സാസുകയാണെങ്കിൽ അവന്റെ ഫുൾ പവർ റിലീസ് ചെയ്ത് ഇപ്പൊ സുസാനയെ അവിടേക്ക് കൊണ്ടുവരും. സുസാന അതിന്റെ 2 സ്ക്വാഡും എടുത്ത് അവൻ ക്രിയേറ്റ് ചെയ്ത വിൻസ്റ്റൈല് അതങ്ങനെ തകർത്ത് കളയും. പക്ഷെ യൂഷിൻ അവൻ വെറുതെ ഇരിക്കാൻ തയ്യാറാവില്ല. വീണ്ടും കുറെ കൂടെ പവർഫുൾ ആയ വിങ് സ്റ്റൈലിനെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ സുസാനയെ അവൻ ദൂരേക്ക് തെറിപ്പിക്കും. അടുത്ത സെക്കൻഡ് സുസാന വലിയൊരു ചുഴലിക്കാറ്റിൽ പെട്ട് അങ്ങനെ ഇല്ലാതാവാണ്. അവനാണെങ്കിൽ ചുറ്റും നോക്കും. സാസുകയെ അവിടെ എവിടും കാണാനുണ്ടാവില്ല. പക്ഷെ അപ്പോഴായിരിക്കും സാസുക അവനിപ്പോ ആ ഒരു വലിയ ചുഴലിക്കാറ്റിന്റെ അകത്ത് നിന്ന് ലൈറ്റ്നിങ് പവർ ക്രിയേറ്റ് ചെയ്ത് ആഞ്ഞൊരടി. ആ ഒരു അടിയില് അവൻ തെറിച്ച് താഴെ വീഴും. സാസുകയാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് അവന്റെ മെമ്മറിയിലേക്ക് പോകും. പക്ഷെ സാസുകയ്ക്ക് അവന് വീണ്ടും ഒരു ഇല്യൂഷൻ വരാണ്. വലിയൊരു തിരമാല അടിച്ച് സാസുക അതിൽ പെട്ടുപോകുന്നത് പോലെ. കാര്യം പിടികിട്ടിയ സാസുക അവന്റെ ശരീരം കണ്ണുപയോഗിച്ച് അത് പ്രിവെന്റ് ചെയ്യാൻ ശ്രമിക്കും. അവൻ മങ്കിക്കു ശരീരം ഉപയോഗിച്ച് നോക്കും. പക്ഷെ എന്നിട്ടും അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. അത് കൂടുതൽ ഫോഴ്സില് ഇപ്പൊ സാസുകയെ അതിലേക്ക് വലിച്ചടിപ്പിക്കും. പക്ഷെ സാസുക അവൻ അമത്രാസ് ഫയർ ഉപയോഗിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പൊ പുറത്തേക്ക് വരും. പക്ഷെ എന്താ അവിടെ ഫ്യൂഷനെ കാണാനുണ്ടാവില്ല. എങ്ങനെയെങ്കിലും ആ ഹെൽ വഴി അത് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് അതുവഴി പോയ ഒരാളോട് ഹെൽ വഴിയെ പറ്റി ചോദിക്കും. ആള് കറക്റ്റ് ആയിട്ട് അത് കാണിച്ചു കൊടുക്കും. ഉടനെ സാസുക ആള് പറഞ്ഞതനുസരിച്ച് ആ ഒരു വഴിയിലേക്ക് വരും. ആ ഒരു ഹെൽ വഴി കണ്ട് ഇപ്പൊ സാസുക ഷോക്കാവും. ഒരുപാട് പേര് അവിടെ മരിച്ചു കിടക്കുകയാണ്. അവിടെ മുഴുവൻ എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള പുക അതങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവൻ കാണും ലോങ് ഷോട്ടില് ആ കുഞ്ഞിപ്പെണ്ണ്. അവള് സാസുകയോട് പറയും, ഒരുപാട് വർഷക്കാലമായി ഞങ്ങൾ ഇവിടെയാണ്. ഒച്ചിയ ക്ലാനും ബാക്കിയുള്ള എല്ലാ ക്ലാനുകളും ചേർന്ന് ഞങ്ങളെ ഇവിടേക്ക് ഒതുക്കി വെച്ചു. മറ്റാരുടെയെങ്കിലും ശ്രദ്ധയില് ഞങ്ങൾ പെട്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞങ്ങൾ ഇല്ലാതാക്കും. വർഷങ്ങളായി ഞങ്ങൾ ഈ കാണുന്ന വെള്ളം കുടിച്ചാണ് ജീവിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് പേര് ഇത് കുടിച്ച് മരണപ്പെട്ടു. പക്ഷെ എന്നിട്ടും ഞങ്ങൾ ആരും പുറത്തേക്ക് വന്നില്ല. ഞാൻ എൻ്റെ ക്ലാനിനെ ഇവിടെ മറച്ചു വെച്ചു. അവളുടെ സ്റ്റോറി കേൾക്കുമ്പോൾ ഇപ്പൊ സാസുവയ്ക്ക് ഒരുപാട് വിഷമാവും. നറൂട്ടോയെയും എന്നെ പോലെയും തന്നെയാണല്ലേ, അപ്പൊ നീയും ജീവിച്ചു വന്നത്. ഉടനെ അവൾ കണ്ണു തുറന്ന് അവളുടെ ഫ്ലാഷ് ബാക്ക് അത് സാസുവയ്ക്ക് കാണിച്ചു കൊടുക്കും. ആക്ച്വലി വയാഷി മാൻഷനില് ചിനോയ്ക്ക് ക്ലാനിലുള്ള ഒരേ ഒരു പെൺകുട്ടി അവൾ ഇവളായിരുന്നു. അവിടെയുള്ള എല്ലാവരെയും ആക്ച്വലി ഫോഴ്സ് ചെയ്താണ് ട്രെയിനിങ് ചെയ്യിപ്പിച്ചു കൊണ്ടേയിരുന്നത്. അവൾ ഓരോ തവണ ട്രെയിനിങ് എടുത്ത് ഫൈറ്റ് ചെയ്യും. പക്ഷേ ദാരുണമായി പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു. അത് കണ്ട വയാഷിരി അവൻ ഫുൾ കലിപ്പില് അവളോട് പറയും, നീ ഇത്തവണയും തോറ്റുപോയല്ലേ, നീ ജയിച്ചിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് ഇന്നു മുതൽ ഫുഡ് ഉണ്ടാവില്ല. അവൾക്കാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. അവൾ ഫുൾ കലിപ്പിൽ അങ്ങനെ വന്ന് അവളുടെ പവർ റിലീസ് ചെയ്ത് ഇപ്പൊ അവളുടെ ഓപ്പണന്റിന്റെ ചെവി കാട്ടിച്ചു പറിക്കും. അത് കണ്ട് വയാഷിരി അവൻ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവും. അവൻ ക്ലാപ്പ് ഒക്കെ ചെയ്ത് അവളുടെ അടുത്തേക്ക് വരും. വയാഷിരി അവന്റെ കൈ നീട്ടി അവളുടെ ബോഡിയിലുള്ള പരിക്കുകൾ ഹീൽ ചെയ്യും. അതിനുശേഷം അവൻ അവളെയും കൂട്ടി ഇവിടേക്ക് വന്നു. അതിനുശേഷമാണ് ഞാൻ ഫ്യൂഷനെയും ഇവിടെ വെച്ച് കണ്ടെത്തുന്നത്. സോ ഞങ്ങൾ രണ്ടുപേരും ആ ഗെയിം ബാറ്റിൽ ഏരിയ അവിടേക്ക് പോയി പരസ്പരം ഏറ്റുമുട്ടാൻ തുടങ്ങി. അവിടെ ചുറ്റുമുള്ളവരെല്ലാവരും ഗക്കൈ ഗംഗയുടെ പവർ എന്താണെന്ന് കാണാൻ ആകാംക്ഷയോടുകൂടെ കാത്തിരുന്നു. ഫ്യൂഷൻ ആണെങ്കിൽ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ അവളെ അട്ടിച്ച് തെറിപ്പിച്ച് താഴെയിടും. പിന്നെ അവൾക്ക് അനക്കം ഉണ്ടാവില്ല. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. അവൾ അങ്ങനെ എഴുന്നേറ്റ് ഫ്യൂഷന്റെ പിന്നാലെ വന്ന് അവളുടെ ചുവന്ന കണ്ണ് അത് തുറന്നു പിടിച്ച് ബ്ലഡൊക്കെ പുറത്തേക്ക് ഒഴുക്കി നിൽക്കും. ഫ്യൂഷൻ ആണെങ്കിൽ ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ അങ്ങനെ ഫ്രീസായിട്ട് നിൽക്കുകയാണ്. ഫ്യൂഷൻ അവളോട് ചോദിക്കും, ഞാൻ ഫെയിലായോ? അപ്പൊ അവളൊരു കത്തിയെടുത്ത് അവന്റെ കഴുത്തിൽ നീട്ടും. അതെ, നീ ഫെയിലായി. ഫ്യൂഷൻ ആണെങ്കിൽ അത് താങ്ങാൻ കഴിയില്ല. ഇന്നു മുതൽ അവനും വയാഷിയുടെ അസിസ്റ്റന്റ് ആണ്. ഒരുപാട് വർഷങ്ങൾക്കുള്ളില് ഫ്യൂഷൻ ആദ്യമായിട്ടാണ് തോറ്റു പോകുന്നത്. അതും ഫസ്റ്റ് മാച്ചിൽ തന്നെ. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഫ്യൂഷൻ അവൻ ഒരുപാട് വിഷമത്തില് ഒരു ഭാഗത്തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് അവളിപ്പോ ഫ്യൂഷന്റെ അടുത്തേക്ക് വരും. ഫ്യൂഷൻ പറയും, ഇത്രയും കാലം എല്ലാവരും എന്നെ അകറ്റി നിർത്തി. ഈ ഗക്കൈ ഗംഗൈ പവർ അതെല്ലാവർക്കും ഒരുപാട് പേടിയാണ്. അത് കേട്ട് അവൾ ചിരിക്കും. അവള് പറയും,
നിനക്ക് എൻ്റെ കാര്യം അറിയോ? ഞാൻ ആക്ച്വലി നിന്നെ കഴിഞ്ഞും നിർഭാഗ്യവതിയാണ്. എൻ്റെ പഴയ മെമ്മറീസ് അത് മുഴുവൻ എറേസ് ചെയ്താണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. ഞാൻ എവിടുന്ന് വന്നു, എനിക്ക് ആരൊക്കെയുണ്ട്, ഞാൻ എന്താണ് എന്നൊന്നും എനിക്കിപ്പോഴും അറിയില്ല. അതിന് ഫ്യൂഷൻ പറയും, അങ്ങനെയാണെങ്കിൽ നീ ഭാഗ്യവതിയാണ്. കാരണം നിനക്കൊരു മെമ്മറിയും ഓർമ്മയില്ലല്ലോ. ആക്ച്വലി നിനക്കൊരു കാര്യം അറിയോ? ഞാനൊരു ലാൻഡ് ഓഫ് വാട്ടർക്കാരനാണ്. അവിടെയുള്ള എല്ലാവരും വളരെ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും കഴിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പാരൻസ് ഗുഷാബി എന്ന് പേരുള്ള ഒരുത്തന് എന്നെ വിറ്റു. അവൻ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. അതിനുശേഷം ഈ ഗെയിം കളിക്കാൻ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നു. ആക്ച്വലി എനിക്ക് ഗെയിം കളിക്കാൻ ഇഷ്ടമാണ്. കാരണം ഞാൻ ഓരോ തവണയും ഫൈറ്റ് ചെയ്ത് ചെയ്ത് എൻ്റെ പവറും സ്കിൽസും ഒക്കെ തന്നെ കൂട്ടിക്കൊണ്ടേയിരുന്നു. പക്ഷെ ഇതാദ്യമായിട്ടാണ് എനിക്കൊരു ഫെയിലിയർ, അതും നിന്നെ പോലെ ഒരു കൊച്ചു പെൺകുട്ടിയുടെ കൈകൊണ്ട്. അത് കേട്ട് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് ഇപ്പോൾ ഒരുപാട് വിഷമാവും. അവൾ കരയാൻ തുടങ്ങും. അത് കണ്ട് അവൻ ഷോക്കായി അവളെ നോക്കും. അവൾ അവനോട് പറയും, ഇതുവരെ ഞാൻ എൻ്റെ പപ്പയെ കണ്ടിട്ടില്ല, അമ്മയെ കണ്ടിട്ടില്ല, എനിക്ക് അവരുടെ സ്നേഹമൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നെപ്പോലെ തന്നെയാണ് നീ എന്ന് കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവൾ കരയും. ഉടനെ അവനും അത് കണ്ട് ഒരുപാട് വിഷമാവും. പിന്നീട് അവർ രണ്ടുപേരും തിക് ഫ്രണ്ട്സായി അവിടുന്ന് മുൻപോട്ട് പോവും. പിന്നീട് അവർ രണ്ടുപേരും എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടാൻ ഓരോ പ്ലാനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുകയാണ് ഫ്യൂഷൻ ഇപ്പൊ അവളുടെ ക്ലാനിനെ കുറിച്ചുള്ള ഒരു ബുക്ക് അത് കണ്ടെത്തി അവൾക്ക് കാണിച്ചു കൊടുക്കുക. അവളാണെങ്കിൽ ഒത്തിരി ആവേശത്തില് ആ ബുക്ക് മുഴുവൻ വായിച്ചു തീർക്കും. ഫ്യൂഷി പറയും, ഇനിയും നമ്മളിവിടെ ഇരുന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. സോ ഹെൽ വഴി നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. അതിനവൾ ടെൻഷനായിട്ട് പറയും, അയ്യോ വേണ്ട വേണ്ട, വയാഷി അറിഞ്ഞ അത് വലിയ കുഴപ്പമാവും. പക്ഷെ അവൻ നിർബന്ധിക്കും, വരൂ, ഇതാണ് നമുക്ക് പറ്റിയ അവസരം. ഇപ്പൊ നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒരു കാരണവശാലും നമ്മളെ കണ്ടുപിടിക്കാൻ കഴിയില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരടക്കം മൊത്തം 5 പേര് അവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാക്കി രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നു. ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ബാംബു വില്ലേജിലെ ആ അപ്പൂപ്പന്റെ അടുത്തെത്തി. ആ സമയത്താണ് ഗ്രാമത്തിലേക്ക് ഒരു കൂട്ടം വില്ലന്മാർ കടന്നു വരുന്നത്. അവർ ബാംബു വില്ലേജിലുള്ള എല്ലാവരെയും അടിച്ചും ഇടിച്ചും തകർക്കാനായിട്ട് തുടങ്ങി. അത് കണ്ട ഫ്യൂഷൻ ടീം അവരെല്ലാവരും ഒത്തുകൂടി ആ വില്ലന്മാരെ തുരത്തി ഓടിക്കും. ഗ്രാൻഡ് പയ്ക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷമാവും. ഗ്രാൻഡ് പ അവരെ വിളിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ളത് എല്ലാം കൊടുക്കും. അതിനുശേഷമാണ് ഞങ്ങൾ ലൈറ്റ്നിങ് ഗ്യാങ്സ് എന്ന പേരിൽ 5 പേരും ചേർന്ന് ഒരു ടീം ഉണ്ടാക്കിയത്. ഞങ്ങൾ ഓരോ പ്രദേശത്തു നിന്നും സാധനങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ മോഷ്ടിച്ച് ഈ ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങളും പതിയെ പതിയെ ഈ ഗ്രാമത്തിലെ ഓരോ മെമ്പേഴ്സായി മാറി. അതിനുശേഷം ഞങ്ങളുടെ പവർ അത് പലരും ഉപയോഗിക്കാൻ തുടങ്ങി. ഇതിനു മുൻപുണ്ടായിരുന്ന മിസുകാക ആള് പലതവണ ഞങ്ങളുടെ പവർ അവരുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ഞങ്ങൾ ഫ്യൂഡൽ ലാർഡിനെ ട്രാപ്പ് ചെയ്ത് പണം അപഹരിക്കാൻ ശ്രമിച്ചത്. ആള് ഞങ്ങളെ കണ്ടതും പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. ഞങ്ങൾ ആളോട് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പണം അത് ആവശ്യപ്പെട്ടു. പക്ഷെ അപ്പോഴേക്കും ഹിഡൻ മിസ്റ്റ് വില്ലേജിലെ ഷിനോബികള് അവർ ഞങ്ങളെ റൗണ്ട് ചെയ്ത് ഞങ്ങളെ തല്ലി തല്ലി ചതച്ചു. ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പരുക്കുകളോടെ ഞങ്ങൾ ഓടി ബാംബു വില്ലേജിലെത്തി. പക്ഷെ അത്രയും നാളും ഞങ്ങൾ ഒരുപാട് സ്നേഹത്തോടെ കണ്ടവരാരും ഞങ്ങൾക്ക് നേരെ കണ്ണ് തുറന്നില്ല. അവരെല്ലാവരും ഞങ്ങൾക്ക് മുൻപിൽ അവരുടെ വാതിൽ കൊട്ടിയടച്ചു. ഞങ്ങൾ ആ ഗ്രാൻഡ് പേടെ കാലിൽ വീണ് കെഞ്ചി ഒരല്പം വെള്ളത്തിന് വേണ്ടി. പക്ഷേ ഞങ്ങളവൻ ആട്ടിപ്പായിച്ചു. അന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് എല്ലാ വില്ലേജിലുള്ളവരും ഒരുപോലെ തന്നെയാണ്. പിന്നീട് ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്ന 2 പേര് മരണപ്പെട്ടു. ഒരാള് ഞങ്ങളെ വിട്ടു പോയി. അവസാനം ലൈറ്റ്നിങ് ടീമില് ഞാനും ഫ്യൂഷിരോയും ഞങ്ങൾ 2 പേരും മാത്രം ബാക്കിയായി. അതിനുശേഷം ഞങ്ങൾ 2 പേരും ആ ഹെൽ വഴിയിലേക്ക് വന്നു. അവിടെയാണെങ്കിൽ എല്ലാവരും മരിച്ചു കിടക്കുന്നതാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അത് കണ്ട് എനിക്കെന്റെ പ്രയാസം അത് ഉള്ളിലൊതുക്കാൻ കഴിഞ്ഞില്ല. അവരങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് വീണ്ടും ആ ഹിഡൻ മിസ്റ്റ് വില്ലേജുകാര് അവരവിടേക്ക് വന്ന് അവരെ 2 പേരെയും അറഞ്ചും പൊറഞ്ചും തല്ലും. ആ സമയത്താണ് അവൾ അവളുടെ പവർ അത് റിലീസ് ചെയ്തത്. അവിടേക്ക് വന്ന എല്ലാവരെയും അവൾ ഹ്യൂമൻ ബോംബാക്കി തകർത്ത് കളഞ്ഞു. എൻ്റെ പവർ അത് തിരിച്ചറിഞ്ഞ് ഞാൻ എൻ്റെ റിവെഞ്ച് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.